അതിരാവിലെ തന്നെ നേരം വെളുക്കാണല്ലോ ഈശ്വര. അരിമുറുക്കല്ല ശീലു, ഞാനൊന്ന് വെലിഞ്ഞു മുറുകിയതാ. മോനെ ബബ്ലീഷ്, എന്താ അച്ഛാ? ആ, അപ്പൊ എനിക്ക് ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ. സത്യം പറയടാ, ഇത് മോർഫിംഗ് അല്ലേ? അയ്യോ, ഇത് ഞാൻ തന്നെ അച്ഛാ. പിന്നെ എന്തിനാടാ ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് നീ എണീറ്റിരിക്കുന്നേ? അതും കുളിച്ചൊരുങ്ങി മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട്. ഞാനൊന്ന് അമ്പലത്തേക്ക് പോവാൻ ഇറങ്ങിയതാണേ. നീ അമ്പലത്തിലേക്ക്? അവിടെ അന്നദാനം എത്ര നേരത്തെ ഒന്നും ഉണ്ടാവില്ല. അതിനൊന്നല്ല. പിന്നെന്താ, ചെരുപ്പ് മാറ്റിയെടുക്കാനാണോ? ഞാൻ പൈസ തരാ, വേറെ വാങ്ങിച്ചോ. ഒന്ന് ദൈവത്തെ കണ്ട് തൊഴുകാനാണ്. ദൈവം നിന്നെ കണ്ടാ തൊഴുതോടും. കളിയാക്കല്ല അച്ഛാ. കുറച്ച് ദിവസമായി അമ്പലത്തിൽ പോയി ദൈവത്തെ കണ്ട് തൊഴുത് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് അച്ഛനൊരു പുഷ്പാഞ്ജലി കഴിക്കണമെന്ന് വിചാരിക്കുന്നേ. ഇപ്പഴാ സമയായേ. ഡാഡിയോട് നിനക്ക് അത്രയും സ്നേഹമുണ്ട്. കലർപ്പില്ലാതെ. സന്തോഷായടാ മക്കളെ, അച്ഛനോട് നിനക്ക് അത്രയും സ്നേഹമുണ്ടല്ലോ. ഇനിയിപ്പോ നീ പുഷ്പാഞ്ജലി കഴിച്ചില്ലേലും വേണ്ടില്ല, നീ ആത്മീയതയുടെ പാതയിലേക്ക് തിരിഞ്ഞല്ലോ. സന്തോഷം. അച്ഛനെ പുഷ്പാഞ്ജലി എന്തായാലും ഞാൻ കഴിക്കും. എന്നാലേ പ്രസാദം വാങ്ങിക്കുമ്പോ കട്ടിങ്സ് ഒക്കെ വിസിബിൾ ആവുള്ളൂ. കട്ടിങ്സ്? അല്ല, അച്ഛന്റെ നാളെ ഗ്രഹണിയല്ലേ? ഗ്രഹണിയാ? അല്ല, ഭരണി. അല്ല, പൂരാടം. പൂരാടാദി ജനനം വെറും ഒരട സ്വഭാവം എന്നാണല്ലോ കബഡി ശാസ്ത്രം. ഞാൻ പോട്ടെ. നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ശീലു, അവൻ അച്ഛനെ പുഷ്പാഞ്ജലി കഴിക്കാൻ പോയിരിക്കുന്നു, അതും അമ്പലത്തിലേക്ക്. പുഷ്പാഞ്ജലി? എന്റെ പൊന്നു മനുഷ്യ, ഇന്നലെ ജിമ്മിൽ ചേർന്ന് വർക്കൗട്ട് ചെയ്തതിന്റെ പൊലിവിൽ അമ്പലത്തിൽ പോയിരിക്കുക, അല്ലാണ്ട് ഒന്നുമില്ല. അതെന്തിന്? അവിടെ ആവുമ്പോ ഷർട്ട് ഒരു ഷോഫ് കാണിക്കാലോ, പെൺപിള്ളേരും കാണും. വെറും ഷോഫ്. ശരി, അവന്റെ അച്ഛന്റെ പുഷ്പാഞ്ജലി.